ഭാരതം ഭരിച്ച പ്രധാനമന്ത്രിമാർ നിരവധിയാണ്. അതിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയവർ ധാരാളമുണ്ട്. എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ജനകോടികളുടെ മനസ്സ് കീഴടക്കിയ പ്രധാനമന്ത്രിമാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം തീർച്ചയായും സംശയമാണ് എന്ന് തന്നെ. കാരണം എല്ലാ ജീവിതങ്ങളിലും ഒരുപോലെ ഇടപെടലുകൾ നടത്തിയ ഒരു പ്രധാനമന്ത്രി എന്ന വിശേഷണം അത് നരേന്ദ്രമോദിക്ക് മാത്രം സ്വന്തം. നുസ്രത് ബറൂച്ച, ഈ പേര് നമ്മൾ ഇന്ത്യക്കാർ ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കേട്ട പേരാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ നടി. ഈ നടിക്ക് രക്ഷകനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കഴിഞ്ഞ ദിവസം മോദിയെ നേരിൽ കാണാനും തന്റെ സന്തോഷവും ആശ്വാസവും നേരിട്ട് പങ്കുവയ്ക്കാനും ഒക്കെ നുസ്രത്തിന് അവസരം ലഭിച്ചു. ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ഇസ്രയേലിൽ നിന്നും രക്ഷിച്ച നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ഹിന്ദി നടി നുസ്രത് ബറൂച്ച 2023 ഹമാസ് ഇസ്രയേൽ യുദ്ധസമയത്താണ് ഇസ്രയേലിലായിരുന്ന നുസ്രത് ബറൂച്ചയും മറ്റ് ഇന്ത്യക്കാരെയും നരേന്ദ്രമോദി സർക്കാർ രക്ഷിച്ചത്. നുസ്രത്തിന്റെ വാക്കുകൾ: വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. അതിനിടയിലും താങ്കൾ ഉടനെ നിങ്ങളുടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് സന്ദേശം അയച്ചത് ഏറെ ആശ്വാസമായി. ഡൽഹിയിൽ തന്നെ കാണാൻ എത്തിയ നുസ്രത് ബറൂച്ചയോട് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് മോദി പറഞ്ഞു. അന്ന് ഇസ്രയേലിലെ ടെൽ അവീവിലാണ് നുസ്രത് കുടുങ്ങിയത്. തന്നെ രക്ഷിച്ചതിന് നുസ്രത് മോദിക്ക് നന്ദി പറഞ്ഞു. കുതിച്ചുയരുന്ന ഭാരതം ഉച്ചകോടിയിൽ റൈസിംഗ് ഇന്ത്യ സമ്മിറ്റ്, അവിടെ വച്ചാണ് നുസ്രത് ബറൂച്ചയും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഈ സമ്മേളനത്തിൽ മോദിയുമായി ചിലവഴിച്ച നിമിഷങ്ങളുടെ ചിത്രങ്ങൾ നുസ്രത് ബറൂച്ച പങ്കുവച്ചു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാണ് പ്രധാനമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ച. ഇതിൽ എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. നുസ്രത് ബറൂച്ച സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. താങ്കളുടെ അചഞ്ചലമായ നേതൃത്വവും താൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ച് ഇന്ത്യയിൽ എത്തിച്ച താങ്കളുടെ സത്വര നടപടികൾക്കും നന്ദി, നുസ്രത് ബറൂച്ച കുറിച്ചു. ഗുജറാത്തി കൂടിയായ നുസ്രത് ബറൂച്ചയുമായി മോദി ഗുജറാത്ത് ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. അതിനിടെ മോദി ചില തമാശകളും പറഞ്ഞു. രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ആമസോൺ പ്രൈമിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ചൊല്ലി ടൂവിൽ അഭിനയിച്ചു വരികയാണ് നുസ്രത് ബറൂച്ച ഇപ്പോൾ. നുസ്രത് ബറൂച്ചയുടെ മോദിയുമായിട്ടുള്ള ഈ സന്തോഷം പങ്കുവയ്ക്കലിനൊപ്പം ഇസ്രയേൽ അംബാസിഡർ മോദിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ കൂടി പ്രസക്തമാണ്. സമാധാനപ്രിയരായ ലോക നേതാക്കളെ നിങ്ങൾ മോദിയെ മാതൃകയാക്കൂ. ഹമാസ് ആക്രമിച്ചപ്പോൾ ആദ്യം വിളിച്ചത് മോദിജിയാണ്. അദ്ദേഹം എപ്പോഴും ഒപ്പം നിന്നു. അദ്ദേഹത്തിന്റെ സൗഹൃദത്തെ രാജ്യം വിലമതിക്കുന്നു. മോദി എന്ന സമാധാനപ്രിയനെ അക്കമിട്ട് വിശേഷണങ്ങൾ നിരത്തി ഇസ്രയേൽ അംബാസിഡർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെ ഇസ്രയേൽ ആദരവോടെയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ സൗഹൃദം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒക്ടോബർ 7-ന് ശേഷം ഞങ്ങളെ ആദ്യം വിളിച്ചത് അദ്ദേഹമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം നിന്നത് ഞങ്ങൾ അനുഭവിച്ചു. പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ കാര്യങ്ങളെ സമാനമായ രീതിയിൽ കാണുന്നു. ഞങ്ങൾക്ക് സമാനമായ വെല്ലുവിളികളാണ്. അതിനാൽ വരും കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു അസറിന്റെ വാക്കുകൾ. ഇതിനു പുറമെ അക്രമരഹിതമായ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നേതാക്കളോടും അന്ന് അസർ അഭ്യർത്ഥിച്ചിരുന്നു. സമാധാനപ്രിയരായ ഏതൊരു നേതാവോ പാർട്ടിയോ അവർ എവിടെയായിരുന്നാലും ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ അക്രമരഹിതമായ ഒരു മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കാനുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജൂത ഭൂരിപക്ഷ രാജ്യമായി ഇസ്രയേൽ സന്ദർശിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഐ ഫോർ ഐ, കണ്ണിന് കണ്ണ് എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗമാണ് എന്ന് ആദ്യം കരുതുമെങ്കിലും ഇന്ത്യ ഫോർ ഇസ്രയേൽ, ഇസ്രയേൽ ഫോർ ഇന്ത്യ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന വിശേഷണം. ആ സന്ദർശന സമയത്ത് ഇസ്രയേലിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് മോദി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. പ്രോട്ടോകോൾ പോലും ലംഘിച്ചാണ് ഇസ്രയേൽ പ്രസിഡന്റ് വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത്. അത് ഇന്ത്യയോടുള്ള ആദരമാണ് എന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു. ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ഒരേ സമയം സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാഷ്ട്രങ്ങളാണ്. സമാനമായ പാരമ്പര്യങ്ങളുടെ അതിർത്തിയിൽ ശത്രുക്കളുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇസ്രയേലിന് ഗാസ, ഹിസ്ബുള്ള, ഇറാൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ശത്രുക്കളുണ്ട്. ഒരേ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇസ്രയേൽ ഇന്ത്യയെ വളരെയധികം സഹായിക്കുന്നു. മോദിയുടെ മധ്യസ്ഥ ശ്രമത്തെ ഇസ്രയേൽ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രയേലിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തകത്തുള്ളവർക്കും നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവർക്കും ലോകരാഷ്ട്രങ്ങളിലുള്ളവർക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഉള്ള കാലത്ത് ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യൻ പൗരനും അഭിമാനിക്കാവുന്ന വസ്തുത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.